കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം, അല്ലെങ്കിൽ ജീവനുള്ള ദൈവം. നാം ഉണ്ടാക്കിയൊരു ദൈവമല്ല, നമ്മെ ഉണ്ടാക്കിയ ദൈവം, കാണുന്ന ദൈവം, സംസാരിക്കുന്ന ദൈവം, മാർവിടത്തിൽ നമ്മെ വഹിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ മഹാകരുണയ്ക്കും കൃപയ്ക്കായും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാൻ യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കും. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മളെ കയറ്റി നമ്മുടെ ഗമനത്തെ പാറമേൽ ആക്കി വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട യഹോവയിൽ ആശ്രയിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കാലുകളെ കുഴിക്കകത്ത് ചെളിക്കകത്ത് ആഴ്ന്നു പോയിക്കൊണ്ടിരുന്നപ്പോ ബലമുള്ള ഒരു കൈ നീട്ടിപ്പിടിച്ച് പാപത്തുനിന്ന് ശാപത്തുനിന്ന് രക്ഷിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളെ നിർത്തിയെങ്കിൽ എത്ര നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ സ്തുതിച്ചാലും മതിയാകില്ല. ദോഷികളും പാപികളുമായ നമ്മെ വാഗ്ദത്തത്തിന് അന്യരും പരദേശികളുമായ നമ്മെ ആ വാഗ്ദത്തങ്ങളിലേക്ക് ചേർത്തടുപ്പിച്ച കർത്താവിന്റെ മഹാസ്നേഹത്തിനായി നന്ദി പറയാം. കാൽവറിയിലൂടെ നമ്മളെ സ്നേഹിച്ച അഗാധമായ സ്നേഹം, പ്രാണനെ വെച്ചു തന്ന സ്നേഹം, അവസാനതുള്ളി രക്തവും ഊറ്റിത്തന്ന മഹാസ്നേഹം വർണ്ണനാതീതമാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി എന്റെ കർത്താവ് വരാൻ പോകുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരുങ്ങിയിട്ടുണ്ടോ? ഉണർന്നിട്ടുണ്ടോ? ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് കണ്ടുണർന്ന അവിടുത്തെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ ഇടയാവട്ടെ. വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ നമുക്കിടയാവണം. വളരെ സുപരിതമായൊരു വാക്ക് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. 23-ാം സങ്കീർത്തനം 4-ാമത് വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. യഹോവ എന്റെ ഇടയനാണ്. ദാവീദ് ഒരു ഇടയനായിരിക്കുമ്പോൾ തന്നെ ദാവീദ് പറയുക, തന്റെ ഇടയൻ യഹോവയായ ദൈവമാണ്. ലോകത്തിലെ ഇടയന്മാരൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുമ്പോൾ മാറ്റമില്ലാത്ത ഒരു ഇടയൻ, ആടുകൾക്ക് വേണ്ടി തന്റെ ജീവൻ കൊടുക്കുന്ന ഇടയൻ, ആടുകൾക്ക് മുമ്പായി നടക്കുന്ന ഇടയൻ, ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ഇടയൻ, സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രം. ഇവിടെ ഭക്തൻ പറയുകയാണ്, അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ എന്നെ കിടത്തുന്ന ദൈവം, സ്വസ്ഥതയിലേക്ക് എന്നെ നടത്തുന്ന ദൈവം, പ്രാണനെ തണുപ്പിക്കുന്ന ദൈവം, അങ്ങനെ ഒരു ഇടയനെയാണ് തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചത്. ഇനി നമ്മുടെ കുറിവാക്യം ശ്രദ്ധിക്കൂ. കൂരൽ താഴ്വരയിലൂടെ നടന്നാലും, യഥാർത്ഥ അർത്ഥം മരണനിഴലിൻ താഴ്വരയിൽ കൂടെ, മരണത്തിന്റെ നിഴൽ അടിച്ചാലും അതിലൂടെ നടക്കേണ്ടി വന്നാലും
പ്രാണൻ അപകടത്തിലായാലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടാലും ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരുമെന്ന് വെല്ലുവിളികൾ വന്നാലും ഭയം എന്നെ കൺട്രോൾ ചെയ്യില്ല. കാരണം എനിക്കൊരിടയനുണ്ട്. പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതത്തിൽ ശക്തമായി പ്രഖ്യാപിക്കണം, മരണത്തിന്റെ നിഴൽ വന്നാലും നമുക്കറിയാം, ഇരുട്ടിലും മരണത്തിന്റെ നിഴലിലും ഇരുന്നവരുടെ മേൽ വലിയൊരു വെളിച്ചം വ്യാപരിക്കുകയാണ്. ഇരുളിലും അന്ധതമസിലും ഇരുന്നപ്പോൾ ആ ജനത്തിന്റെ നടുവിലേക്ക്, ഗലീലയിലേക്ക്, യോർദാനിലേക്കുമൊക്കെ എന്റെ യേശുവിന്റെ കാലെടുത്തു വെച്ചപ്പോൾ മരണം മാറുകയാണ്. മരണത്തിന്റെ ഷാഡോ, നിഴൽ മാറുകയാണ്. അവിടെ ദൈവത്തിന്റെ തേജസ് വ്യാപരിക്കുന്നു, ജീവൻ വ്യാപരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ശക്തമായ സന്ദേശം, കൂരിരുൾ താഴ്വരയിലൂടെ, ആ നിഴലിലൂടെ, മരണത്തിന്റെ നിഴലിലൂടെ നമ്മൾ കടക്കേണ്ടി വന്നാലും ഭയപ്പെടരുത്, പതറരുത്, ധൈര്യം ചോർന്നു പോകരുത്. കാരണം നമുക്കൊരു ഉറപ്പുണ്ട്, എന്റെ ദൈവം, എന്റെ കർത്താവ്, ഞാൻ സേവിക്കുന്നവൻ എന്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് ഒരു ചിന്ത വന്നാൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടും. മറിച്ച് ഞാൻ സേവിക്കുന്ന ഇടയൻ നല്ല ഇടയനാണ്, ആടിനു വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്ത ഇടയനാണ്, ആടിന് മുമ്പായി നടക്കുന്ന ഇടയനാണ്, തനിക്കുള്ളവയെ പേർ ചൊല്ലി വിളിക്കുന്ന ഇടയനാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല. സാഹചര്യങ്ങൾ വരട്ടെ, ഹിംസ്രമൃഗങ്ങൾ നമുക്കറിയാം, ദാവീദിന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒന്നിനെ പിടിച്ചോണ്ട് പോയില്ലേ? ഒരിക്കൽ ഒരു സിംഹം വന്നില്ലേ? ഒരു കരടി വന്നില്ലേ? പക്ഷേ ദാവീദ് അക്ഷരാർത്ഥത്തിൽ ആ സിംഹത്തിന്റെയും കരടിയുടെയും വായിൽ നിന്ന് ആടിനെ രക്ഷിച്ചില്ലേ? അങ്ങനെയെങ്കിൽ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, നല്ല ഇടയനായ കർത്താവ് സഹോദരങ്ങളെ നമ്മളെ തകർത്ത് കളയാൻ, ഇല്ലാതാക്കാൻ, വിഴുങ്ങാൻ നിൽക്കുന്ന ശത്രു ശക്തികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ നമുക്കെതിരെ നിൽക്കുന്ന ശക്തിയുടെ മേൽ ജയം കൽപ്പിക്കുന്ന, വിടുതൽ നൽകുന്ന, ബലം കൽപ്പിക്കുന്ന ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഒന്ന് തിരിച്ചറിയാൻ, ഒന്ന് സ്വായത്തമാക്കാൻ, ശക്തി ധരിക്കാൻ തയ്യാറാകുമെങ്കിൽ അസാധാരണമായൊരു പ്രവൃത്തി വരാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ധൈര്യം ചോർന്നു പോകരുത്. മരണത്തിന്റെ നിഴലിന്റെ താഴ്വരയിലൂടെ കടക്കേണ്ടി വരുമ്പോൾ ഇല്ല, വിളിച്ചു പറയണം, എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. അവിടുന്ന് എന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പായി ഒരുവൻ നടന്നു പോയിട്ടുണ്ട്. ഞാൻ ഭയപ്പെടത്തില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ ദിവസം വരെ കാക്ക എന്റെ കർത്താവ് ശക്തൻ എന്നൊരു ഉറപ്പ് നമ്മുടെ അകത്ത് ഉണ്ടാവണം. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? ആ ദിവസം വരെ കാക്കാൻ എന്റെ കർത്താവ് ശക്തനാണ്. എന്റെ കർത്താവ് വലിയവനാണ്. കുരുൾ വരുമ്പോൾ എന്നെ ഇട്ടേച്ചു പോകുന്ന ഒരിടയനല്ല ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവ്. പറയാമോ? അവിടെയും ഇറങ്ങി വന്നു, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന് പറയുന്ന ഒരു നല്ല ഇടയൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എല്ലാ കാലത്തും നമ്മുടെ കൂടെയുണ്ട്. ഏത് സമയത്തും നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അവിടുത്തെ മുൻപാകെ നമുക്ക് സമർപ്പിക്കാം.
സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നിങ്ങളുടെ മഹത്വമുള്ള ഭുജം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം. കുരൽ താഴ്വരയിലൂടെ കടക്കേണ്ടി വന്നാലും, മരണത്തിന്റെ നിഴൽ ഞങ്ങൾക്കെതിരെ നിന്നാലും, ഇരുട്ടിലും അന്ധതമസിനും ഇരുന്നവരുടെ മേൽ ഒരു വലിയ വെളിച്ചം പ്രകാശിച്ച് മരണത്തിന്റെ നിഴലിനെ മാറ്റി ജീവൻ വ്യാപരിപ്പിച്ചതുപോലെ ഭയങ്ങൾ ഇന്ന് പകൽ മാറട്ടെ. ധൈര്യത്തെ ചോർത്തിക്കളയുന്ന അന്ധകാര മണ്ഡലങ്ങൾ ഈ പ്രഭാതത്തിൽ തകർന്നു മാറട്ടെ. ജനം സ്വതന്ത്രരാകട്ടെ. ആത്മാവിന്റെ വലിയ വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. ഉപേക്ഷിക്കാത്തവൻ, നമ്മുടെ കൂടെ ഇറങ്ങി വരുന്നവൻ, ആ കാര്യം ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തേശു നിങ്ങളുടെ സഹോദരൻ